നമസ്കാരം. പ്രേക്ഷകർക്ക് ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ സംബന്ധിച്ച് ഒരല്പമെങ്കിലും ഓർമ്മ ബാക്കിയുണ്ടാവും. കാരണം നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് ലഭിക്കേണ്ട കേന്ദ്ര സഹായം ഒരു BJPയോടുള്ള രാഷ്ട്രീയപരമായ എതിർപ്പ് മാത്രം മുൻനിർത്തി PM ശ്രീ പദ്ധതി BJP ഭാരതത്തിലൊട്ടാകെ ഒരു സംഘപരിവാർ അജണ്ട വിദ്യാഭ്യാസത്തിലൂടെ നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളൊരു ധാരണ പൊതുമണ്ഡലത്തിൽ പരത്തുവാൻ ശ്രമിച്ച് PM ശ്രീ പദ്ധതിയിൽ ദീർഘകാലം ഒപ്പിടാതെ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 1450 കോടി രൂപയോളം കേന്ദ്ര സഹായം ഇല്ലാതാക്കിയ അല്ലെങ്കിൽ കേന്ദ്രം പിടിച്ചു വയ്ക്കാനിടയാക്കിയ ഒരു നടപടി LDF സർക്കാർ കൈക്കൊണ്ടത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുക 1450 കോടി രൂപ എന്താണ് ലഭിച്ചിരുന്നെങ്കിൽ എന്താണ് ചെയ്യുവാൻ സാധിക്കുമായിരുന്നത്? കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൗജന്യ യൂണിഫോം മുതൽ സൗജന്യ ഭക്ഷണം വരെയുള്ള സകല സംവിധാനങ്ങളും ഈ തുക ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സമഗ്ര ശിക്ഷ കേരള SSK എന്ന പദ്ധതിയുടെ കീഴിലാണ് ഇത് നടപ്പാക്കേണ്ടിയിരുന്നത്. ആ തുക ലഭിച്ചാൽ നേരത്തെ സമഗ്ര ശിക്ഷ അഭിയാനായിരുന്നു അത്. അപ്പോൾ ഈ PM ശ്രീ പദ്ധതി എന്നുള്ളത് വലിയ സംഘപരിവാർ അജണ്ടയാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച LDF സർക്കാർ കേരള ജനതയുടെ മുന്നിൽ മറച്ചു വച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. അവ കൃത്യമായിട്ട് ഒരു സിലബസിലുള്ള ഇടപെടലല്ല നരേന്ദ്രമോദി സർക്കാർ ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. PM ശ്രീ പദ്ധതിയുടെ ഒരു അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ, ഒരു ചില ഘടകങ്ങൾ പാലിച്ചാൽ മാത്രമേ ഒരു പദ്ധതിയുടെ പൂർണ്ണത കൈവരികയുള്ളൂ. ആ അത്തരത്തിലുള്ള ഘടകങ്ങൾ ടെനറ്റ്സ് എന്ന് പറയും. ആ ടെനറ്റ്സ് എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. അപ്പോൾ ഞാനൊന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാം ലളിതമായിട്ട്. ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടർ സയൻസ് ലബോറട്ടറികൾ, കായിക പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നു. പഠനരീതി കുട്ടികളുടെ സമഗ്ര വികസനം, ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് എന്ന് പറയും, ലക്ഷ്യമിട്ട് പരീക്ഷണാടിസ്ഥാനത്തിലുള്ളതും എക്സ്പെരിമെൻ്റൽ ലേണിംഗ്, തൊഴിലധിഷ്ഠിതവുമായ പഠന രീതികൾ നടപ്പാക്കുന്നു. പരിസ്ഥിതി സൗഹൃദം, സൗരോർജ പാനലുകൾ, ഈ മഴവെള്ളക്കുഴി തുടങ്ങിയ മഴവെള്ള സംഭരണികളുണ്ടല്ലോ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുത്തി വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളാക്കി മാറ്റുന്നു. ഗുണനിലവാരത്തിലുള്ള വിലയിരുത്തൽ, അതിന് ഈ സ്കൂൾ ക്വാളിറ്റി അസസ്മെൻറ്റ് ഫ്രെയിംവർക്ക് സ്ക്വാഫ് എന്ന് പറയും, SQAF ഉപയോഗിച്ച് സ്കൂളുകളുടെ പ്രവർത്തന വിലയിരുത്തുന്നു. ഇതാണ് PM ശ്രീ പദ്ധതിയുടെ അടിസ്ഥാന ടെനറ്റുകൾ, ഒരു അടിസ്ഥാന ഘടകങ്ങൾ. ആകെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ അജണ്ട എന്ന് പറയുവാനുള്ള ഒരു സാധ്യത ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. ഇതിലൊരു കളർ കോഡിംഗ്, PM ശ്രീ ബ്രാൻഡിങ്, നമ്മുടെ ആരോഗ്യരംഗത്തൊക്കെ ചെയ്തിരുന്നത് പോലെ ഒരു പ്രത്യേക രീതിയിലുള്ള നിറ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് രേഖപ്പെടുത്തി PM ശ്രീ പദ്ധതിയുടെ ഒരു ബോർഡുകൾ സ്ഥാപിക്കേണ്ടി വരും വിദ്യാലയങ്ങളിലാകെ. ഇതിനെയാണ് LDF സർക്കാർ എതിർത്തിരുന്നത്. ഇതിപ്പോൾ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേക ഒരു കാര്യം പ്രേക്ഷകരോട് മുൻകൂട്ടി പറയുവാനാണ്. ഇത്തരത്തിലുള്ള പദ്ധതികളെ കോൺഗ്രസും മുസ്ലിം ലീഗും വ്യാപകമായി എതിർത്തിരുന്നു. LDF ഭരണത്തിൻ്റെ അവസാന കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി PM ശ്രീയിൽ ഒപ്പിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ പിണറായി വിജയനെയും ശിവൻകുട്ടിയും എല്ലാം സംഖ്യയാക്കി പ്രചരണം നടത്തിയതിൽ പ്രമുഖരാണ് കോൺഗ്രസ്സുകാരും, അതിനും ഒരു പടി മുൻപിൽ നിന്ന് മുസ്ലിം ലീഗുകാരും. ഇത്രയും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി അങ്ങോട്ട് നടക്കുവാൻ പോകുന്നത് ഈ PM ശ്രീ പദ്ധതിയിൽ കൃത്യമായി ഒപ്പിട്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഈ 1450 കോടി രൂപ മുടങ്ങിക്കിടന്നിരുന്ന 1450 കോടി രൂപ വാങ്ങിയെടുക്കുകയും അതേ തുടർന്ന് ഞങ്ങൾ LDF സർക്കാർ ഒപ്പിട്ട കരാർ നടപ്പാക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നതാണ് കേരള ജനത ഇനി കാണുവാൻ പോകുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ഈ PM ശ്രീ പദ്ധതിയെ എതിർക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, മുസ്ലിം ലീഗിൻ്റെ സഖ്യകക്ഷി. മുസ്ലിം ലീഗ് ആണല്ലോ ഇപ്പോൾ ഫലത്തിൽ തത്വത്തിൽ പ്രധാന സഖ്യകക്ഷി. കോൺഗ്രസിന് 2ാം സ്ഥാനമല്ലേ ഉള്ളൂ. തത്വത്തിലാണ് പറയുന്നത്, മറ്റേ മുന്നണി സമവാക്യം വെച്ചിട്ടല്ല. അപ്പോൾ അവരുടെ 2ാം കക്ഷിയായ അല്ലെങ്കിൽ 2ാം സഖ്യകക്ഷിയായ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലാവട്ടെ, കർണാടകയിലാവട്ടെ, ഹിമാചൽ പ്രദേശിലാവട്ടെ, ഈ 3 സംസ്ഥാനങ്ങളിലും PM ശ്രീ പദ്ധതി ഇതിനോടകം നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് നടപ്പാക്കാതിരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിൻ്റെ കാര്യം ഇനി പറയേണ്ട കാര്യമില്ല. മമതാ ബാനർജിയെ അധികാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തതോടുകൂടി
PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി പശ്ചിമ ബംഗാൾ മാറിക്കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം താമസിയാതെ PM ശ്രീയിൽ ഒപ്പുവയ്ക്കും. അതിനെ പിന്തുടർന്ന് തന്നെ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് യാതൊരു മടിയും കാണിക്കാതെ PM ശ്രീയിൽ ഒപ്പുവയ്ക്കും. കാരണം അടിസ്ഥാനപരമായി 10 വർഷങ്ങൾ അധികാരത്തിൽ നിന്ന് നിന്നതിൻ്റെ ക്ഷീണം മുസ്ലിം ലീഗിന് തീർക്കേണ്ടതുണ്ട്. അതിന് ചില പദ്ധതികൾ നടപ്പാക്കി അവരുടെ ഒരു പ്രതിച്ഛായ മിനുക്കി ഏറ്റവും ചുരുങ്ങിയത് മലപ്പുറം, കോഴിക്കോട് പ്രദേശങ്ങളിലെങ്കിലും അവർ ഈ അധികാരത്തിലെത്തിയതിൻ്റെ ഗുണഗണങ്ങൾ സമുദായത്തിന് ലഭിക്കുന്നു എന്നൊരു പ്രതീതിയെങ്കിലും സൃഷ്ടിക്കേണ്ട ആവശ്യകത അവരെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PM ശ്രീയിൽ നിന്ന് ഇത്രയും 1450 കോടി രൂപ ഒറ്റയടിക്ക് ലഭിക്കുക, പിന്നീടുള്ള ധനസഹായങ്ങൾ വേറെയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ കേന്ദ്രവുമായിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് കേരളത്തിനുണ്ടാകുന്ന മെച്ചങ്ങൾ വേറെയും. കേരളത്തിനെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനൊട്ടാകെ മെച്ചമുണ്ടായതുകൊണ്ട് മുസ്ലിം ലീഗിന് സന്തോഷമുണ്ടാകുമെന്നുള്ളതല്ല, ആ മെച്ചങ്ങൾ ഉപയോഗിച്ച് അവരുടെ പ്രതിച്ഛായ മിനുക്കൽ നടക്കും എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു താല്പര്യം, ഇതിൻ്റെ അകത്ത് സ്ഥാപിത താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിതിൽ ഒപ്പിടുകയും അതിൻ്റെ ഒരു പഴിയുണ്ടല്ലോ LDFൻ്റെ മുകളിൽ വയ്ക്കുകയും ചെയ്യും. കാരണം അവരൊപ്പിട്ട കരാർ ഞങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളത്. പ്രത്യേകമായിട്ട് ഒരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ കോൺഗ്രസിൻ്റെയും LDFൻ്റെയും ഒക്കെ ഒരു ഇരട്ടത്താപ്പ്. LDF അവസാന കാലത്ത് ഈ ഒരു 1450 കോടി രൂപ നേടിയെടുക്കുവാനായിട്ട് ഒരു കപട ഒപ്പിടൽ, ഞങ്ങൾ ഒപ്പിട്ട് അവരെ പറ്റിക്കുവാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഈ തമിഴ് സിനിമയിലൊക്കെ ഞാൻ സൂത്രപ്പണികൾ ഇറക്കാൻ പോവുകയാണ് എന്ന് പ്രേക്ഷകരെ നോക്കിയൊന്ന് കണ്ണിറക്കി കാണിച്ചിട്ട് ചില നായകന്മാർ ചെയ്യുന്നത്. സത്യരാജിനെ പോലുള്ള നായകന്മാരുടെ പടങ്ങളിൽ അത് കാണാം നിങ്ങൾക്ക്. കാരണം വില്ലനെ പറ്റിക്കുവാനായിട്ട് എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരെ നോക്കിയൊന്ന് കണ്ണിറക്കിയിട്ടേ പോവുകയുള്ളൂ. ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്നും പറയും അതിന്. പക്ഷേ അവിടെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒന്നുമല്ല, ഒരു തന്ത്രമാണെന്ന് ഇനി പ്രേക്ഷകർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്നുള്ള തരത്തിലാണ്. ഒന്ന് കണ്ണിറക്കിയിട്ട് വി ശിവൻകുട്ടി PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ ഒപ്പിടുമെന്നേ ഉള്ളൂ, പക്ഷേ ഇതൊന്നും പാലിക്കാനൊന്നും പോകുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അവബോധം അല്ലെങ്കിൽ ഒരു സാമാന്യബോധം അത്രയേ ഉള്ളായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം. പക്ഷേ മുസ്ലിം ലീഗ് അങ്ങനെ സാമാന്യബോധമില്ലാത്തവരല്ല. അവർ കൃത്യമായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയും അത് സംബന്ധിച്ചുള്ള തുകകൾ വാങ്ങിയെടുക്കുകയും PM ശ്രീയിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ ഉള്ളത് അതെല്ലാം ഒരു പടി കൂടി കടന്ന് നടപ്പാക്കുകയും ചെയ്യും. കാരണം കേന്ദ്ര സർക്കാരുമായി ഒരു ഉരസലിൽ പോകുവാൻ ഉടനെ മുസ്ലിം ലീഗും കോൺഗ്രസും തയ്യാറാകില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന തുടങ്ങിയ 3 സംസ്ഥാനങ്ങൾ യാതൊരു ബഹളവുമില്ലാതെ യാതൊരു എതിർപ്പുമില്ലാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയും അത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്തത് എന്നുള്ളത്. ഇനി LDFൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ LDFന് അല്ലെങ്കിൽ തന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ SFIയിലെ കുറേ കുരങ്ങന്മാർ തെരുവിലിറങ്ങിയിട്ടുണ്ട്, DYFIക്കാരും ഇറങ്ങിയിട്ടുണ്ട് സമരങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് സമരങ്ങൾക്ക് ഉള്ള പുതിയ കാരണങ്ങളായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് അത് നടപ്പാക്കിയ മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. VD സതീശൻ എന്തായാലും രാജിവെച്ചേ പറ്റുകയുള്ളൂ. കഴിയുമെങ്കിൽ പിണറായി വിജയനെ നാളെ തന്നെ അവിടെ കയറ്റിയിരുത്തുക. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി തെരുവോരങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ തെരുവുകളെ യുദ്ധക്കളങ്ങളാക്കുവാൻ ഇപ്പോഴേ അവർ കുരങ്ങന്മാർ തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു കാരണം കൂടിയായി PM ശ്രീ പദ്ധതി മാറും. എന്തായാലും ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് നമ്മുടെ രസകരമായ ഒരു 2-3 കാര്യങ്ങൾ കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. നമ്മുടെ കൃഷി വകുപ്പിലും മൃഗസംരക്ഷണ വകുപ്പിലും കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിരവധി കേന്ദ്ര പദ്ധതികളുണ്ട്. അത് ഈ PM ശ്രീ പോലെ തന്നെയുള്ള പദ്ധതികളാണ്. അവയെല്ലാം CPIയുടെ നേതൃത്വത്തിലുള്ള ആ വകുപ്പുകൾ ഭരിച്ചിരുന്ന മുൻ LDF മന്ത്രിമാർ നടപ്പാക്കിയിരുന്നു, കൃത്യമായി തന്നെ പൊതുജനം അറിയാതെ. കാരണം ഈ വിദ്യാഭ്യാസം പോലെ ഈ കൃഷി വകുപ്പിനെ സംബന്ധിച്ച് ചില ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ അത് ഏത് പദ്ധതിയുടെ കീഴിലാണ് എന്നുള്ളത് കർഷകർ സാധാരണ അന്വേഷിക്കാറില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. മൃഗസംരക്ഷണ വകുപ്പിനെ സംബന്ധിച്ച് അത്ര പോലും അന്വേഷിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ നിശബ്ദമായി നടപ്പാക്കിയത് LDF സർക്കാർ പൊതുജനങ്ങളെ അറിയിച്ചിരുന്നില്ല. അതേ നടപടികൾ തന്നെയായിരിക്കും UDF സർക്കാരും പിന്തുടരുവാൻ പോകുന്നത്. ഇനി ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കി എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഇവരിത് നടപ്പാക്കി? ഈ പണം നേടിയെടുക്കുവാൻ മാത്രമാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം ഈ തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ രേവന്ത് റെഡ്ഡിയെ പോലെയുള്ളവർ ഈ പ്രതിച്ഛായ മിനുക്കുന്ന കാര്യത്തിൽ വളരെ ബദ്ധശ്രദ്ധരാണ്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിച്ഛായ മിനുക്കുന്ന കാര്യത്തിൽ ഈ PM ശ്രീ പദ്ധതിയുടെ ഗുണഗണങ്ങളെ സംബന്ധിച്ച് മറ്റാരെക്കാളും കൂടുതൽ അവർ ബോധ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ ബോധവാന്മാരായിട്ടുള്ള ആ ഒരു തലത്തിൽ ഇതിൻ്റെ ഗുണഗണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് വരുത്തി പ്രതിച്ഛായ മിനുക്കി, എന്നാൽ
നരേന്ദ്രമോദി അല്ല ഇത് ചെയ്തത്, ഞാനാണിത് ചെയ്തത് എന്നുള്ള തരത്തിലൊരു പ്രചാരണം നടത്തി കിട്ടാവുന്ന ഗുണഗണങ്ങൾ അടിച്ചെടുക്കുക. അതിനൊരു രാഷ്ട്രീയപരമായിട്ടാണല്ലോ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ആത്യന്തികമായി ജനത്തിന് ഗുണമുള്ളൊരു കാര്യമാണെങ്കിലും ആരാണത് ചെയ്തത് എന്ന് ജനത്തിനെ കൃത്യമായി ബോധിപ്പിക്കുക എന്നുള്ളതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രയോഗിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതിയുടെ ഈ ബ്രാൻഡിങ് എന്നുള്ളത് പലയിടത്തും അവർ ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിനെ അനുവദിക്കില്ല. കൃത്യമായ നിരീക്ഷണം അവർ ഇതിൻ്റെ മേൽ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ചെറിയ വടംവലികൾ തെലങ്കാനയിൽ ആദ്യകാലങ്ങളിലുണ്ടായിരുന്നു. ഒടുവിൽ രേവന്ത് റെഡ്ഡി പറഞ്ഞു, അങ്ങനെ വേണ്ട, അങ്ങനെ ചെയ്യാം, നമ്മൾ പണമിങ്ങി തന്നാൽ മതി, ബാക്കിയുള്ള പ്രചാരണം ഞാൻ നടത്തിക്കൊള്ളാം. അത്തരത്തിലുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് ഈ രേവന്ത് റെഡ്ഡിയെ പോലുള്ളവർ ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ എതിർപ്പുകളൊന്നും കൂടാതെ ഇത് നടപ്പാക്കുന്നത്. തമിഴ്നാട്ടിൽ വിജയ് നടപ്പാക്കാൻ പോകുന്നതും അദ്ദേഹത്തിന് ബുദ്ധിമാന്മാരായ ഉപദേശകരുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രയോജനങ്ങൾ. പക്ഷേ അദ്ദേഹത്തിനൊരു ചെറിയ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളത് ഈ കോൺഗ്രസ്സിന് മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ പൂർണ്ണമായ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭരണങ്ങൾ നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി യാതൊരു എതിർപ്പും കൂടാതെ നടപ്പാക്കിയ കോൺഗ്രസ് ഒരു പക്ഷേ തമിഴ്നാട്ടിൽ വിജയുടെ സഖ്യകക്ഷിയായി നിന്ന് PM ശ്രീയിൽ ഒപ്പുവെക്കുന്നതിനെ എതിർക്കുമായിരിക്കും. ഇരട്ടത്താപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ PM ശ്രീ നടപ്പാക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ സംശയമൊന്നും വേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കണം. ഇത് CPIM BJP ഡീൽ എന്നുള്ള ക്യാമ്പയിൻ മുസ്ലിം ലീഗ് വ്യക്തമായിട്ട് തന്നെ നടത്തിയിരുന്നു ഇത് സംബന്ധിച്ച്. പക്ഷേ ഇനി വരാൻ പോകുന്ന വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിൻ്റെ ആണെന്നുള്ള കാര്യത്തിലും ഇപ്പോൾ VD സതീശൻ്റെ മന്ത്രിസഭയുടെ പട്ടിക പുറത്തു വന്നു. സ്ഥാനങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി ഗവർണർക്ക് കൈമാറപ്പെട്ടിട്ടില്ല. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെയായിരിക്കും. അതാണല്ലോ ഒരു നാട്ടു നടപ്പ് UDF സർക്കാരിൻ്റെ കീഴിൽ. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് PM ശ്രീ പദ്ധതി നടപ്പാക്കും. അതായത് മോദിയുടെ വികസിത ഭാരതം എന്ന സ്വപ്നം നടപ്പാക്കുവാൻ കേരളത്തിൽ മുന്നിട്ടിറങ്ങുവാൻ പോകുന്നത് മുസ്ലിം ലീഗാണ്. ഇത് കൗതുകകരമായൊരു വിവരമായിരുന്നു. ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നാണ് ഈ ഒരു വിവരങ്ങൾ സ്വാംശീകരിച്ചെടുത്തത്. കാരണം വളരെ രസകരമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തുന്ന ഫേസ്ബുക്ക് ഐഡികളുണ്ട്. പല ഫേസ്ബുക്ക് ഐഡികളായതുകൊണ്ടാണ് എല്ലാവരുടെയും പേരുകൾ ഒന്നൊന്നായി എടുത്തു പറയാത്തത്. പക്ഷേ ഇതാണ് ഇനി മുന്നോട്ട് നടപ്പാകുവാൻ പോകുന്ന കാര്യങ്ങൾ. മോദിയുടെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ മുസ്ലിം ലീഗ്. എത്ര മനോഹരമായ സമത്വ സുന്ദര കേരളം, സമത്വ സുന്ദര ഭാരതം. എന്തായാലും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.